മോളെന്താണ് എന്റെ മാട്രിമോണിയിലെ റിക്വസ്റ്റ് ഡിക്ലൈൻ അടിച്ചളഞ്ഞത്? അത് ചേട്ടന് സാലറി 10,000 രൂപയുള്ളൂ. അപ്പൊ കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ ഇരുന്ന് തള്ളുന്ന കേട്ടല്ലോ, കെട്ടുന്ന ചെക്കനെ ജോലി ഇല്ലെങ്കിലും ഞാൻ ജോലി എടുത്ത് പോറ്റെന്നൊക്കെ. അത് ഞാൻ റീച്ചിന് വേണ്ടി. പക്ഷെ എനിക്ക് സർക്കാർ ജോലിക്കാരെ മതിട്ടാ. എന്റെ ഡാഡി തെറിഞ്ഞാലുണ്ടല്ലോ ഒറ്റെണ്ണത്തിനെ വെറുതെ വെച്ചേക്കൂല. ചേട്ടൻ എന്റെ ഫോട്ടോ എടുക്കുകയാണോ? അതെ, ഇത്ര എടുത്താ മതി. പിന്നെ മറ്റേ കഴുത്തിലിടുന്ന സാധനമില്ലേ, ഏത്? മറ്റേ ആ ഒരു കോപ്പില്ലേ, സ്റ്റെതസ്കോപ്പ്. എന്ത് കോപ്പായാലും അത് എഡിറ്റ് ചെയ്ത് കേറ്റണം. മാട്രിമോണിയിൽ ഇപ്പൊ അതാണ് ട്രെൻഡ്. ശരി. VFX സെറ്റ് ചെയ്യാലോ? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ബഡ്ജറ്റ് കൊടുക്കല്ലേ? ചേട്ടനിപ്പോ സർക്കാർ ജോലിയൊക്കെ ആയില്ലേ, വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ചോ? എനിക്ക് സമ്മത. സർക്കാർ ജോലി ഇല്ലാതെ കെട്ടിച്ചേരില്ലെന്ന് നിന്റെ വീട്ടുകാര് പറഞ്ഞപ്പോ ഞാൻ കുത്തിയിരുന്ന് പഠിച്ച് സർക്കാർ ജോലി പഠിച്ചു. ഇനി മോളെ ഇത് വെച്ച് പഠിച്ച് സർക്കാർ ജോലി പഠിക്കും, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഞാൻ പഠിക്കണോ? ചേട്ടാ, അത് മാത്രമല്ല, ചില പണിയെടുക്കാൻ മടിയുള്ളവന്മാര് ഇങ്ങനെ ആയിരിക്കും. ഈ സ്ത്രീധനം കണ്ടിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പൊ സ്ത്രീധനം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എന്റെ കിളി പോയിരിക്കണേ ഞാനിപ്പോ. അല്ല, മാട്രിമോണി സൈഡില് ചില ആൾക്കാരുണ്ട്, അല്ലെ ഡോക്ടറിന്റെ സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ടും വക്കീലിന്റെ ഡ്രസ്സ് ഇട്ടും പിന്നെ സർക്കാരിന്റെ ടാഗൊക്കെ കഴുത്തിലിട്ടിട്ട് അല്ല ആൾക്കാരെ ആകർഷിക്കാണ് ഇവര്. അത് മാത്രല്ലേ, ചില ആൾക്കാരുണ്ട് 50 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ വാർഷിക വരുമാനം. UK, ലണ്ടൻ, യൂറോപ്പ്, കാനഡ, അവിടെയൊക്കെ ജോലി ഉണ്ടെങ്കിൽ ഇവളുമാർക്ക് പറ്റൂന്ന്. അല്ല, നിങ്ങൾ വലിയ ജോലിയും ക്യാഷൊക്കെ നോക്കി കെട്ടിച്ചിട്ട് ഇപ്പൊ സ്ത്രീധനത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കണത്? എത്ര പേരാണ് സൂയിസൈഡ് ചെയ്യണത്? ഈ വിനായകൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു കച്ചവടമായി കാണാതിരിക്കുകയാണ്. അതാണായാലും പെണ്ണായാലും കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ഒരാളും മരിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഒരു റോങ് പാർട്ട്ണറെ കല്യാണം കഴിച്ചുകൊണ്ട് ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനമാക്കില്ല. എനിക്ക് പെൺകുട്ടികളോടല്ല പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കളോടാണ്. കാശ് കണ്ടും പ്രശസ്തി കണ്ടും പദവി കണ്ടും നിങ്ങൾ ആരെയും വിലയിരുത്തരുത്. അവസാനം കരയേണ്ടി വരും. ഇപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. ഷാർജയിൽ മലയാളി യുവതിയെയും 1.5 വയസ്സുകാരി മകളെയും ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീട്ടിലിന്റെ ഭാര്യ കൊട്ടാരക്കര സ്വദേശി വിഭഞ്ചിക മണിയനും മകൾ വൈഭവിയുമാണ് മരിച്ചത്.